ഈസി സംസ്കൃത് ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് രണ്ടാമത്തെ യൂണിറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റ് ഇടുകയും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യുക. ദ്വിതീയഃ പാഠഃ രണ്ടാമത്തെ പാഠമാണ്. ഒന്നാമത്തെ പാഠത്തിൻ്റെ വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പാഠമാണ്. ആപതിമിത്രം ജാനിയാത് എന്നതാണ് പാഠത്തിൻ്റെ പേര്. ആപതിമിത്രം ജാനിയാത് എന്നതിൻ്റെ അർത്ഥമാണ് ആപത്തിലാണ് യഥാർത്ഥ സുഹൃത്തിനെ തിരിച്ചറിയുന്നത്. ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതെന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നെല്ലാവർക്കും മനസ്സിലായോ? ഇതൊരു ചെറിയൊരു കഥയാണ്. ഇവിടെ എഴുതിയിട്ടുള്ളത് വായിക്കാം. ചിത്രസ്യ ആശയഃ കഃ വദതു. ഇവിടെ തന്നിരിക്കുന്ന ചിത്രമുണ്ടല്ലോ, കൈകളുടെ ചിത്രം. ഈ ചിത്രത്തിൻ്റെ ആശയം എന്താണ് പറയൂ എന്നാണ് പറയുന്നത്. എല്ലാവരും ഈ തന്നിരിക്കുന്ന ചിത്രം ഒന്ന് നോക്കിക്കേ. ഇനി ഇവിടെ എന്താണ് എഴുതിയിട്ടുള്ളത് എന്ന് വായിക്കാണ്. ഏകത്ര കിഞ്ചന മഹാരണ്യം ആസീത് എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഒരു വലിയ കാടുണ്ടായിരുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. തത്ര ഹരിണഃ കാകഃ ച വസതഃ എന്ന് പറഞ്ഞാൽ അവിടെ ഹരിണഃ എന്ന് പറഞ്ഞാൽ മാനും കാക്കയും താമസിച്ചിരുന്നു. തേ മിത്രേ ആസ്താം അവർ സുഹൃത്തുക്കളായിരുന്നു. ഏകദാ കശ്ചന ജംബൂകഃ തത്ര ആഗതവാൻ. ഒരിക്കൽ ഒരു കുറുക്കൻ അവിടേക്ക് വന്നു ചേർന്നു. ഇത്രയുമാണ് ഈ പേജിൽ എഴുതിയിട്ടുള്ളത്. ഇനി ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് എല്ലാവരും നന്നായി ശ്രദ്ധിച്ചു നോക്കുക. അടുത്ത പേജിൽ അഹോ ഏകഃ മൃഗഃ ഏതസ്യ മാംസം കേനാപി ഉപായേന ഭക്ഷ്യാമി. കുറുക്കൻ ചിന്തിക്കുകയാണ്, അഹോ ഒരു മാനാണല്ലോ ഇത്, ഏത് വിധേനയും ഇവൻ്റെ മാംസം കഴിക്കണം എന്ന് ചിന്തിക്കുകയാണ് കുറുക്കൻ. മാൻ എന്താ ചിന്തിക്കുന്നത്? കഹ ഏഷഃ ആരാണ് ഇവൻ? അടുത്തതായിട്ട് കുറുക്കനാണ് പറയുന്നത്. മിത്ര കുശലം കിം അല്ലയോ സുഹൃത്തെ എന്താണ് വിശേഷം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാന് മറുപടി പറയാണ്, കുശലമേവ കോ ഭവാൻ. മാന് സുഖം തന്നെയാണെന്ന് മറുപടി പറഞ്ഞു. നിങ്ങൾ ആരാണ് എന്നുകൂടി ചോദിക്കുന്നു. ഇത് കേട്ടിട്ട് കുറുക്കൻ മറുപടി പറയാണ്, നിരാലംബോ അഹം തവ മൈത്രീം ഇച്ഛാമി എന്ന് പറഞ്ഞാൽ കുറുക്കൻ മറുപടി പറയാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരും തന്നെ തുണയില്ല, ഞാൻ നിൻ്റെ സുഹൃത്തായിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അസ്തു എന്നാണ് മാൻ പറയുന്നത്. ആ ശരി, അങ്ങനെ ആവട്ടെ എന്ന് പറയാണ്. അടുത്ത പേജിൽ ഈ പേജിലുള്ള കഥാപാത്രങ്ങളിൽ കാക്കയും കുറുക്കനും മാനുമാണുള്ളത്. അപ്പോൾ കാക്ക ചോദിക്കുകയാണ്, ജംബൂകമുദ്ദിശ്യ കഹ ഏഷഃ. കുറുക്കനെ ഉദ്ദേശിച്ചിട്ട് മാനിനോട് ചോദിക്കുകയാണ്, ഇതാരാണ്? മാന് മറുപടി പറയാണ്, ഏഷഃ ജംബൂകഃ അയം സൗഹൃദം ഇച്ഛാമി. കാക്കയോട് മാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഇവൻ ആണ് കുറുക്കൻ, ഇവൻ നമ്മുടെ സൗഹൃദം ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണ്. അസ്യ സ്വഭാവഃ കീദൃശഃ. സ്വഭാവം അജ്ഞാത്വാ മൈത്രീ ന കരണീയ. കാക്ക പറഞ്ഞു കൊടുക്കുകയാണ് മാനിനോട്, അതിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? സ്വഭാവം അറിയാതെ ആരുമായും കൂട്ടുകൂടാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുറുക്കൻ മാനിനോട് പറയാണ്, മിത്ര വനസീമായാം ഏകം വ്രീഹിക്ഷേത്രം അസ്തി തത് ദർശയാമി. സുഹൃത്തെ, വനമധ്യത്തിൽ ഒരു വ്രീഹിക്ഷേത്രം എന്ന് പറഞ്ഞാൽ നെൽവയൽ, വനമധ്യത്തിൽ ഒരു വലിയ നെൽവയലുണ്ട്, നമുക്ക് അത് കാണാൻ പോയാലോ എന്ന് കുറുക്കൻ മാനിനോട് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് മാൻ എന്താ പറയുന്നത്? സുഭിക്ഷം അന്നം ഖാദിതും ഇച്ഛാമി ഗച്ഛാവഹ. എനിക്ക് വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ
ആഗ്രഹമുണ്ട്, വരൂ നമുക്ക് പോകാം എന്ന് കുറുക്കനോട് പറയുന്നു. ഹരിണഃ പ്രതിദിനം ക്ഷേത്രം ആഗത്യ വ്രീഹിം അഖാദത്. ക്ഷേത്രപതിനാ തം ഗൃഹീതും തത്ര ജാലം നിക്ഷിപ്തം. അങ്ങനെ ഒരു ദിവസം മാനും കുറുക്കനും കൂടി നെൽവയൽ കാണാൻ പോയി. പിന്നീട് എല്ലാ ദിവസവും ഹരിണഃ പ്രതിദിനം എന്ന് പറഞ്ഞാൽ ഹരിണഃ എന്ന് പറഞ്ഞാൽ മാന് എല്ലാ ദിവസവും ഈ നെൽവയലിലേക്ക് പോയി ഭക്ഷണം കഴിക്കുന്നത് ഒരു പതിവാക്കി മാറ്റി. അങ്ങനെ എല്ലാ ദിവസവും ഈ മാന് നെൽവയലിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ ഉടമ കണ്ടു. നെൽവയലിൻ്റെ ഉടമസ്ഥൻ കാണുകയും ആ ഉടമസ്ഥൻ എന്തു ചെയ്തു, ഒരു വല വിരിക്കുകയും ചെയ്തു. ജാലം എന്ന് പറഞ്ഞാൽ വല എന്നാണ്, നിക്ഷിപ്തം എന്ന് പറഞ്ഞാൽ നിക്ഷേപിച്ചു. വല അങ്ങനെ മാനിനെ പിടിക്കാൻ വേണ്ടി ഒരുക്കി വെച്ചു. ഹരിണഃ ജാലേ ബദ്ധഃ സഹ സഹായാർത്ഥം ജംബൂകം ആഹ്രയത്. അങ്ങനെ എന്താണ് സംഭവിച്ചത്, ഈ വലയിൽ മാന് അകപ്പെട്ടുപോയി. അപ്പോൾ എന്താ ചെയ്തത്, വലയിൽ അകപ്പെട്ട മാൻ സഹായം ചോദിച്ചു. ആരോടാ സഹായം ചോദിച്ചത്, കുറുക്കനോട് സഹായം അഭ്യർത്ഥിച്ചു. വലയിൽ അകപ്പെട്ട മാൻ പറയാണ്, രക്ഷ മാം എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കൂ. അപ്പോൾ ഇത് കേട്ടിട്ട് കുറുക്കൻ എന്താണ് പറയുന്നത്, ശ്വഃ ജാലച്ഛേദം കരിഷ്യാമി. ഞാൻ നാളെ നിന്നെ വലയിൽ നിന്നും രക്ഷിക്കാം എന്നാണ് കുറുക്കൻ പറഞ്ഞത്. ശ്വഃ എന്ന് പറഞ്ഞാൽ നാളെ. ഇനി അടുത്ത ചിത്രം നോക്കിക്കേ. കാക്ക വന്നിട്ടുള്ള ചിത്രത്തിൻ്റെ കാര്യമാണ് ഇനി പറയുന്നത്. മിത്ര ഭവാൻ മൃതഃ ഇവ ശയനം കരോതു യഥാ അഹം ശബ്ദം കരോമി തഥാ ധാവതു. വലയിൽ അകപ്പെട്ട മാന് കുറുക്കനോട് സഹായം ചോദിച്ചപ്പോൾ കുറുക്കൻ എന്ത് പറഞ്ഞു, ഞാൻ നിന്നെ നാളെ രക്ഷിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്ക് കാക്ക വന്നു. കാക്ക എന്താണ് മാനിനോട് പറഞ്ഞത്, സുഹൃത്തെ നീ എന്ത് ചെയ്യണം, നീ മരിച്ചതുപോലെ കിടക്കണം എന്ന് പറയാണ്. കാക്ക വന്നിട്ട് മാനിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മൃതഃ എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ്. മൃത ഇവ ശയനം കരോതു. ശയനം എന്ന് പറഞ്ഞാൽ കിടക്കുക. മരിച്ചതുപോലെ ഇവിടെ കിടക്കൂ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. യഥാ അഹം ശബ്ദം കരോമി തഥാ ധാവതു. അതിനുശേഷം ഞാൻ എപ്പോഴാണോ ശബ്ദമുണ്ടാക്കുന്നത് അപ്പോൾ നീ എഴുന്നേറ്റ് ഓടുകയും ചെയ്യണം എന്ന് കാക്ക മാനിനോട് പറഞ്ഞു കൊടുക്കുന്നു. ധാവതു എന്ന് പറഞ്ഞാൽ ഓടുക. ഇത് കേട്ടിട്ട് മാന് പറയാണ്, അതുപോലെ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വലയിൽ അകപ്പെട്ടിട്ടുള്ള മാനിനെ നോക്കാൻ വേണ്ടിയിട്ട് വേട്ടക്കാരൻ വന്ന സമയത്ത് എന്താണ് കാണുന്നത്, മാന് മരിച്ചതുപോലെ കിടക്കുന്നതാണ് കണ്ടത്. ഏഷഃ ഹരിണഃ മൃതഃ ഖലു ജാലം കർത്തയാമി. ഇത് കണ്ടപ്പോൾ അയാൾ പറയാണ്, ഈ മാൻ മരിച്ചുപോയി എന്നാണ് കണ്ടിട്ട് തോന്നുന്നത്, ഇനി എന്തായാലും വല മുറിക്കാം എന്ന് പറയുന്നു. അങ്ങനെ അയാൾ വല മുറിച്ചു. വല മുറിച്ച് കഴിഞ്ഞപ്പോൾ കാക്ക ശബ്ദമുണ്ടാക്കി. കാ 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 എന്ന ശബ്ദം കേട്ട ഉടനെ എന്ത് ചെയ്തു, മാന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. ഓടി രക്ഷപ്പെട്ടു. ആപതിമിത്രം ജാനിയാത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കഥയുടെ ഗുണപാഠം, ആപത്ത് ഘട്ടങ്ങൾ വരുമ്പോഴാണ് ആരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതാണ് ഈ കഥയുടെ ഗുണപാഠം. എല്ലാവർക്കും ഈ കഥ മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എല്ലാവരും കമൻ്റ് ഇടുക. വീഡിയോയെക്കുറിച്ച് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടാനും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുകയും ചെയ്യണം. ഇനി ഈ പാഠത്തിൽ തന്നിട്ടുള്ളത് പദച്ഛേദങ്ങളാണ്. പദച്ഛേദം എല്ലാവരും വായിച്ചു നോക്കുക. ജസ്റ്റ് ഒരു തവണ വായിക്കാം. ജംബൂകം ഉദ്ദേശ്യ. ജംബൂകം പ്ലസ് ഉദ്ദേശ്യ എന്നാണ് ജംബൂകം ഉദ്ദേശ്യ എന്നതിൻ്റെ പദച്ഛേദം. വസുദേവ വസുധ പ്ലസ് ഏവ. ശ്രുത്വേതത് ശ്രുത്വ പ്ലസ് ഏതത്. കേനാഭി കേന പ്ലസ് അഭി. ഇതേപോലെ വിഗ്രഹവാക്യം നൽകിയിട്ടുണ്ട്. പ്രതിദിനം എന്നതിൻ്റെ വിഗ്രഹമാണ് ദിനം ദിനം പ്രതി. അടുത്തത്
വനസീമായാം വനസ്യ സീമ വനസീമ തസ്യാം. ക്ഷേത്രപതിന ക്ഷേത്രസ്യ പതിഃ ക്ഷേത്രപതിഃ തേന. ഇനി ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ്. പദാനി ഉച്ചൈഃ വദതു. ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾ ഉച്ചത്തിൽ, അതായത് ഉറക്കെ പറയുക എന്നാണ് പറയുന്നത്. ആദ്യത്തേത് പുഷ്പം, രണ്ടാമത്തേത് ഫലം, 3 ഛത്രം കുട, 4 രക്തഫലം തക്കാളി, കങ്കണം വള, യുതകം ഷർട്ട്. അടുത്തത് ബിന്ദൂൻ യോജയിത്വാ ചിത്രാണി പൂർത്തീകരോതു. തദനന്തരം ഭവതാം ഇഷ്ടതമം കഥാപാത്രം വർണ്ണൈഃ ലേപയതു. ഈ കുത്തുകൾ യോജിപ്പിച്ച് ചിത്രം പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങളുടെ ഇഷ്ട കഥാപാത്രം ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അതിന് നിറം നൽകുകയും ചെയ്യുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ആപതി മിത്രം മിത്രം ഇതി ആശയം അധികൃത്യ ചർച്ചാം കരോതു. ആപതി മിത്രം എന്ന ആശയത്തെ അധികരിച്ച് അതിനെ ആസ്പദമാക്കി ചർച്ച ചെയ്യുവാനാണ് പറയുന്നത്. സൂചനകൾ സൗഹൃദം, ദയ, സ്നേഹ, പരോപകാര, ഉത്തമമിത്രം എന്നിവയാണ് സൂചനകളായി നൽകിയിട്ടുള്ളത്. അടുത്തത് ഉദാഹരണാനുസാരം പൂരയതു. ഉദാഹരണത്തിനനുസരിച്ച് പൂരിപ്പിക്കുക. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഇവിടെ പുസ്തകം എന്നതാണ് തന്നിട്ടുള്ളത്. പുസ്തകം, പുസ്തകേ, പുസ്തകാനി. അതുപോലെ വൃന്ദാകം, പർണം, പനസം, ലോകയാനം എന്നിവ ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നിങ്ങനെ എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത്. വൃന്ദാകം, വൃന്ദാകേ, വൃന്ദാകാനി. അടുത്തത് പർണം, പർണേ, പർണാനി. പനസം, പനസേ, പനസാനി. ലോകയാനം, ലോകയാനി, ലോകയാനാനി എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത പഠന പ്രവർത്തനം സമാനാശയയുക്താനാം കഥാനാം സമ്പുടം രചയതു എന്ന് പറഞ്ഞാൽ ഇതേപോലെ സമാനമായ ആശയം വരുന്ന കഥകൾ ശേഖരിക്കാനാണ് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ള ബുക്കുകളുടെ പേര് പഞ്ചതന്ത്രം, ഹിതോപദേശഃ, കഥാസരിത്സാഗരഃ, ജാതകകഥ. ഇത്തരത്തിലുള്ള മറ്റ് കഥകൾ ശേഖരിക്കുക. അടുത്തത് പദാനാം അർത്ഥം ലിഖതു. ഇവിടെ തന്നിരിക്കുന്ന പദങ്ങളുടെ അർത്ഥം എന്താണെന്ന് എഴുതുവാനാണ് പറയുന്നത്. വാക്കുകളാണ് അരണ്യം. അരണ്യം എന്നതിൻ്റെ അർത്ഥം കാട്, വനം എന്നൊക്കെയാണ്. അജ്ഞാത്വ എന്ന് പറഞ്ഞാൽ അറിയാതെ. കുഹരഹ എന്ന് പറഞ്ഞാൽ പൊത്ത്. മൃഗഹ എന്ന് പറഞ്ഞാൽ മൃഗം അല്ലെങ്കിൽ മാൻ. ധേനുഹു എന്ന് പറഞ്ഞാൽ പശു. ഇവിടെ അമരകോശഃ എന്ന് പറഞ്ഞ് അമരകോശം തന്നിട്ടുണ്ട്. അരണ്യം എന്നതിൻ്റെ അടവ്യരണ്യം, വിപിനം, ഗഹനം, കാനനം, വനം എന്നെല്ലാം പറഞ്ഞാലും വനം എന്ന് തന്നെയാണ് അർത്ഥം. അടുത്തത് ഹരിണഹ എന്നാണ്. ഹരിണഹ എന്ന് പറഞ്ഞാൽ മാൻ. ഇതിൻ്റെ അമരകോശമായിട്ട് തന്നിട്ടുള്ള വാക്കുകളാണ് മൃഗോ, കുരങ്ക, വാതായു, ഹരിണ, ജിനയോ, നയഹ. അടുത്തത് ജംബുകഹ എന്നതാണ്. ശൃഗാല, വഞ്ചക, ക്രോഷ്ടു, ഫേര, ഫേരവ, ജംബുകഹ. അടുത്തതായിട്ട് കുറച്ച് ധാതു രൂപങ്ങളാണ് തന്നിട്ടുള്ളത്. അസ് ധാതുഹു പരസ്മൈപതി ലങ്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. പ്രഥമപുരുഷഃ ഏകവചനമാണ്. ആസീത്, ആസ്താം, ആസൻ. മധ്യമപുരുഷഃ ഏകവചനം. ആസിഹി, ആസ്തം, ആസ്ത. ഉത്തമപുരുഷഃ ഏകവചനം. ആസം, ആസ്വ, ആസ്മ. അടുത്തത് നാമരൂപാണി. അകാരാന്തഃ, നപുംസകലിംഗഃ, വനശബ്ദഃ. ഇത് പ്രഥമ ഏകവചനം. വനം, വനേ, വനാനി. സംബോധന പ്രഥമ. ഹേ വന, ഹേ വനേ, ഹേ വനാനി. അടുത്തത് ദ്വിതീയ. വനം, വനേ, വനാനി. തൃതീയ. വനേന, വനാഭ്യാം, വനേഹി. ചതുർത്ഥി. വനായ,
വനാഭ്യാം വനേഭ്യഃ. പഞ്ചമി വനാത് വനാഭ്യാം വനേഭ്യഃ. ഷഷ്ഠി വനസ്യ വനയോഃ വനാനാം. സപ്തമി വനേ വനയോഃ വനേഷു. ഇവിടെ കുറച്ച് ശബ്ദകോശങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാവരും അത് വായിച്ചു നോക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും എല്ലാവരും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. ഏറ്റവും അവസാനത്തെ പേജിൽ അധിക വാചനാംശഃ എന്ന് പറഞ്ഞിട്ട് അധിക വായനയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആപത്സു മിത്രം ജാനിയാത്. ശുദ്ധേ ശൂരമൃണോ ശുചിം. ഭാര്യാം ക്ഷീണേഷു വിത്തേഷു വ്യസനേഷു ച ബാന്ധവാൻ. ഇനി ഇതിൻ്റെ അർത്ഥമാണ് പറയുന്നത്. ആപത്തുകളിൽ സുഹൃത്തിനെയും യുദ്ധത്തിൽ വീരനെയും കടബാധ്യതകളിൽ വിശ്വസ്തനെയും ധനം നശിക്കുമ്പോൾ ഭാര്യയെയും കഷ്ടപ്പാടുകളിൽ ബന്ധുക്കളെയും തിരിച്ചറിയണം എന്നതാണ് ഈ വരികളുടെ അർത്ഥം. അടുത്തത് സൂര്യചന്ദ്രയോഹോ മൈത്രി കീദൃശി ഭവതി ചർച്ചാം കരോതു. ഇവിടെ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സൗഹൃദം എങ്ങനെയുള്ളതാണ് ചർച്ച ചെയ്യുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇത്രയുമാണ് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങൾ.